ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. റംസാനും പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് തായ്ലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോവാണ്. പിന്നെ നമ്മൾ മാത്രമല്ല, വേറെ 2 ഫാമിലി ഉണ്ട് നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന. തെൻസിയും ഫാമിലി, അതുപോലെ ഗോപികം ഫാമിലി ഉണ്ട്. അപ്പോൾ മോർണിംഗ് 6 o'clock നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. യാങ്കോ വിളിച്ചിട്ട് എല്ലാവരും വന്നത്. അങ്ങനെ എയർപോർട്ടിൽ എല്ലാവരും ഒത്തുകൂടി. പിന്നെ 9 o'clock ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഈദിൻ്റെ ലീവിന് പോകാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഓരോരോ കാരണം കൊണ്ടിങ്ങനെ നീണ്ടു പോയി. അങ്ങനെ ലാസ്റ്റ് ഏപ്രിൽ 25 ഫ്രൈഡേ ആണ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ 6 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരിക്കണം. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ബാങ്കോക്കിൽ. പിന്നെ നമ്മൾ ഫുൾ പാക്കേജ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. പിന്നെ ഹാഫ് പാക്കേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. റൂമും വണ്ടിയും ഡ്രൈവറെല്ലാം ട്രാവൽസിൽ നിന്ന് സെറ്റാക്കി. എന്നിട്ട് പിന്നെ അങ്ങനെ നമ്മൾ പോയിട്ടുള്ളത്. ടിക്കറ്റെല്ലാം നമ്മളെടുത്ത്. അപ്പോൾ ഭയങ്കരമായ എയർപോർട്ടാണ് ബാങ്കോക്കിൽ. ഭയങ്കര വലിപ്പമുണ്ട്. പിന്നെ ഭയങ്കര റഷുമാണ്. നമ്മളെ ഒമാനിലെ എയർപോർട്ട് പോലെ കാമൻ ക്വയറ്റൊന്നുമല്ല. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മളെ വണ്ടിയും ഡ്രൈവറും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 5:40 അങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അവിടെ ഇരുട്ടി തുടങ്ങുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ റൂമിലെത്തുമ്പോഴേക്കും എയർപോർട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് റൂമിൽ എത്തിയിട്ടുള്ളത്. അധികം ടൈമൊന്നുമില്ല, പക്ഷേ അത്രയും ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ടൈം എടുത്തിട്ടാണ് റൂമിലെത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ റൂമിൽ ലഗേജെല്ലാം വെച്ച് എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. കാരണം രാവിലെ 6 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. പിന്നെ ഫ്ലൈറ്റിൽ ഒമാൻ എയർ ആയിട്ട് പിന്നെ അത്യാവശ്യം ഫുഡുണ്ട്. എന്നാലും നല്ല വിശപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6 മണിക്കൂറോളം ഇരുന്ന് അതിനെക്കൊണ്ട് പിന്നെ ബോറടിയും അതിൻ്റെതായ മുഷിപ്പുണ്ട്. പക്ഷേങ്കിൽ തായ്ലൻഡ് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് കുട്ടിയൊക്കെ ആവുന്ന ഒരു വിഷയമല്ല. പിന്നെ നമ്മൾ റൂമിലെല്ലാം ലഗേജെല്ലാം വെച്ച് പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള മോൺ റെസ്റ്റോറൻറ്റിലാണ് പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഐറ്റിനറിയിൽ നമുക്ക് ഓരോരോ ദിവസത്തെ ട്രാവൽ ചെയ്യേണ്ട, ഓരോരോ ദിവസം ഇത്ര മണിക്ക് നമ്മൾ റെഡി ആവണം, അങ്ങനെ എല്ലാം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ദിവസം ലാൻഡ് ചെയ്ത ദിവസം പ്രത്യേകിച്ച് പോകാനുള്ള ടൈമും ഇല്ല, പ്രത്യേകിച്ച് എവിടെയും പോകുന്നില്ല. ജസ്റ്റ് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, പിന്നെ റെസ്റ്റ് എടുക്കുക. ഈ കാണുന്നത് ബാങ്കോക്കിലെ മെയിൻ സിറ്റിയാണേ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളെ റൂം വരുന്നത് സോളിറ്റയർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് നമ്മളെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും തിരക്കുള്ള ഒരു സിറ്റിയാണ് ഇത്. നമ്മൾ പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ കുറച്ച് കൂടുതൽ നമ്മൾ 8 days ട്രിപ്പാണ് ഇത്. 2 ദിവസം ട്രാവലിങ്ങിനും പിന്നെ അതുപോലെ 6 days അവിടെ നിൽക്കാനും. പിന്നെ അപ്പോൾ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളെ ഹോട്ടലിൽ. അപ്പം ലേറ്റ് ആയതിനെ കൊണ്ട് പിന്നെ അന്ന് ആരും ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് കാണാൻ വേണ്ടി വന്നതാണ്. കുട്ടികളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ഇറങ്ങാൻ വേണ്ടി. അപ്പം ടയർഡായതിനെ കൊണ്ട് കുട്ടികളിറങ്ങുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരും കൂടെ നിൽക്കണമല്ലോ. ടയർഡായതിനെ കൊണ്ട് പിന്നെ ആരും അന്ന് കുട്ടികളെ ഇറക്കിയിട്ടില്ല. പിറ്റേ ദിവസമാണ് പിന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് പിന്നെ മോർണിംഗ് എല്ലാവരും ഏകദേശം നമ്മൾ 9 മണിക്കേക്ക് നമ്മളെ വണ്ടി വരും. അപ്പോഴേക്ക് നമ്മൾ ഇറങ്ങി. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റാണ്. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് അവിടുത്തത്. പറയാതിരിക്കാൻ വയ്യ, അത്രയും ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, സലാഡ് ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും അവിടെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം നമ്മൾ കഴിച്ച് പിന്നെ 9 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ കാണിക്കാത്തതുണ്ട് ഇതിൽ.
അപ്പോൾ നമ്മുടെ ഡ്രൈവർ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് യാത്ര പുറപ്പെട്ട് ഇന്ന് പോകുന്നത് സഫാരി വേൾഡിലേക്കാണ്. സഫാരി വേൾഡ് പിന്നെ മറൈൻ പാർക്ക്, മറൈൻ പാർക്ക്. അപ്പോൾ സഫാരി വേൾഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് നടന്ന് കാണാനുള്ളതാണ്. അവിടെ 1 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ ബാങ്കോക്കിൽ നിന്ന്. പിന്നെ അതുപോലെ നല്ല ചൂടാണ് ഇവിടെ, നല്ല ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ നടന്നിട്ട് ഏകദേശം 5-6 മണിക്കൂറോളം നടക്കണം. നടന്നാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഷോകളും കാണുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റെല്ലാം നമ്മുടെ ഡ്രൈവർ എടുത്ത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 750 ബാത്താണ്. ഏകദേശം ഒമാനി 12 റിയാലാന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ മറൈൻ പാർക്കിനും സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ദിവസം കംപ്ലീറ്റ് നമ്മൾ ഏകദേശം ഉച്ചക്കേക്ക് നമ്മൾ ടയേർഡായി പോയിട്ടുണ്ട് നടന്ന് കറങ്ങി കണ്ടിട്ട്. പിന്നെ ഉച്ചക്കേക്ക് നമ്മൾ അവിടെ ഏകദേശം 3 മണിക്കൊക്കെ നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം കംപ്ലീറ്റ് നടന്ന് കാണാനുണ്ട്, അത്രയുണ്ട്. ഭയങ്കര സംഭവം തന്നെ ഇതിൻ്റെ ഉള്ളിൽ. കാരണം 200 ഏക്കറോളം സ്ഥലത്താണ് ഇവർ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശരിക്ക് കാട് തന്നെ, അത്രയും എന്താ പറയുക, ഒറിജിനാലിറ്റി നമുക്ക് തോന്നിപ്പോൾ. കാടിൻ്റെ ഉള്ളിൽ ഓരോ ഷോകളും ഓരോ ടൈമിലാണ്. അപ്പോൾ ഓരോ ഷോ കഴിഞ്ഞിട്ട് അടുത്ത ഷോയിലേക്ക് നമ്മൾ ഒരു കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകണം, എന്നിട്ടാണ് അടുത്ത ഷോ. അങ്ങനെ ഈ കാടിൻ്റെ ഈ ജംഗിളിൻ്റെ ഓരോ മൂലക്കാണ് ഓരോ ഷോ നടക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഇങ്ങനെ കാഴ്ചകളുണ്ട്, ഇഷ്ടംപോലെ കാണാനുണ്ട്. ഇത് അതായത് ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറി ചെല്ലുന്ന ഭാഗത്തുള്ള കാഴ്ചകളാണ്. ഒരുപാട് കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. പിന്നെ അതായത് അത്രയും ആനിമൽസ് ഉണ്ട് ഇവിടെ, അക്വേറിയം ആയിട്ടും. അതുപോലെ ചില സമയം നമ്മൾ വിചാരിക്കും ഇത് നാട്ടിലെത്തിപ്പോയി, നാട്ടിലെ തോടില്ലേ അതെല്ലാം പോലെ തോന്നിപ്പോ നമ്മളോട്. കൊരങ്ങനെയും പിടിച്ച കൊരങ്ങൻ നോക്കി അത് എന്റെ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ഒരാങ്കുട്ടൻ ഷോ ആണ്. ഒരാങ്കുട്ടൻ എന്ന് പറയുന്നത് ഫേമസ് ആണ്. അതായത് തായ്ലൻഡിലെ വ്ളോഗെല്ലാം കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഒരാങ്കുട്ടൻ ഷോ കഴിഞ്ഞ് ഒരാങ്കുട്ടൻ്റെ കൂടെ സെൽഫിയോ ഫോട്ടോ എടുക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു 100 അല്ലെങ്കിൽ 150 ബാത്ത് കൊടുത്താലാണ് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരാങ്കുട്ടൻ ഷോ കാണാനെത്തിയ ആൾക്കാരാണ് ഇത്രയും ആൾക്കാർ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട്. ഇത്രയും ചൂടിന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരാങ്കുട്ടനെ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ബാക്കി നിങ്ങൾ നേരിട്ടിട്ട് കണ്ടു. Security check confirm ต่อไปเป็นคิวของท่านประธานมิสเตอร์ Okay, are you ready?
അങ്ങനെ ഒരാങ്കുട്ടൻ ഷോ കഴിഞ്ഞ് അത് ഏകദേശം 20-25 മിനിറ്റോളം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ഷോ കാണാൻ വേണ്ടിയാണ് ഈ നടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഓരോ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരവിടെ കറക്റ്റ് ഇങ്ങനെ എയറോ ഇട്ടിട്ടുണ്ട് ഇന്നേ ഷോ ഇന്നേ റൂട്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം കാഴ്ചകളും നല്ല നമ്മുടെ നാട്ടിലെ തോട് പോലെയില്ല ഇത് കാണുമ്പോൾ കണ്ണിന് അത്രയും കുളിർമയുണ്ട്, അത്രയും നല്ല കാഴ്ചകളായത്. ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഇവിടെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഷോ എന്ന് പറയുന്നത് ഇവരെ തായ്ലൻഡിലെ ഫേമസ് ഷോ ആയിട്ടുള്ള എലിഫൻറ്റ് ഷോ കാണാനാണ്. പിന്നെ എലിഫൻറ്റ് ഷോ കാണാൻ പോകുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടം കണ്ടില്ലേ, നമ്മളെ നാട്ടിലെല്ലാം കാണുന്നത് പോലത്തെ നല്ല അടിപൊളി വെള്ളച്ചാട്ടം. അപ്പോൾ ഈ ഷോക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ വിചാരിച്ച അത്ര ആളൊന്നുമില്ല, പക്ഷേങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് അതും അവിടെയും ഫുള്ളായി. ഈ ആൾക്കാരെല്ലാം ഞാൻ പറഞ്ഞല്ലോ ചൂട് സഹിച്ചിട്ട് നിൽക്കുന്നത് ഇതുപോലെ ഓരോ ഷോ കാണാൻ വേണ്ടിയാണ്. അപ്പോൾ ദാഹം കൊണ്ട് ഇളനീർ വാങ്ങിയത്, അതായത് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്. 150 ബാത്താണ് അതിൻ്റെ ഉള്ളിൽ. പുറത്ത് നമ്മൾ പിന്നെയാണ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ മനസ്സിലായത് 60 ബാത്തേ ഉള്ളൂ എന്ന്. അതിൻ്റെ ഉള്ളിലായതിനെ കൊണ്ട് 150 ബാത്ത് കൊടുത്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ എലിഫൻറ്റ് ഷോ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി കാണാം. പിന്നെ ഉള്ളത് ഭയങ്കര സംഭവമാണ്. ഇത് സ്കൈ വാർ എന്ന് പറയും, അടിപൊളിയാണ്. അതായത് നമ്മൾ ഏതെങ്കിലും തിയേറ്ററിൽ ഇരുന്നിട്ട് കാണുന്നത് പോലെ നമുക്ക് തോന്നുക. പക്ഷേ എന്താ പറയണ്ടേ, ഇതെല്ലാം ശരിക്കും ഡയറക്റ്റ് തന്നെ കാണണം. അതിലുള്ള ഫയറെല്ലാം വരുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തേക്കാണ് ചൂടെല്ലാം വരുന്നത്. അങ്ങനെ സ്കൈ വാർ ഷോ കഴിഞ്ഞ് പിന്നെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് അന്നത്തെ സഫാരി വേൾഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് അവരെ വകയാണ് നമ്മളെ ലഞ്ച്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരുപാട് ആൾക്കാർ ഉള്ളതിനെ കൊണ്ട് അത്രയും ക്യൂവിൽ നിൽക്കേണ്ട വരും, നല്ലോണം ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മുടെ ടിക്കറ്റ് നമ്പർ വെച്ചിട്ട് നമ്മളെ 12 ചെയറും ടേബിളും അവിടെ കാലിയായിട്ട് കിടപ്പുണ്ട്. അത്രയും സെറ്റപ്പായിട്ടാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോ ട്രിപ്പിന് വരുന്ന ഓരോരുത്തർക്ക് ഇന്നേ നമ്പർ, അപ്പോൾ ഇന്നേ ടേബിൾ എന്നുള്ള രീതിയിൽ വലിയ ഹാളിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയാണ്. ഡോൾഫിൻ ഷോ അടിപൊളിയാണ് കാണാൻ. പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെയൊന്നുമല്ല, ഡയറക്റ്ററിൽ നല്ല രസമുണ്ട്. പിന്നെ വലിയ വലിയ ഡോൾഫിനെല്ലാം ഉണ്ട്. നമ്മൾ ഇപ്പോൾ നമ്മളെ സ്ഥലത്തുനിന്ന് ഇത് കാണാനായിട്ടൊന്നും നമ്മളൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പുറം രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് നമ്മൾ ഇരുന്ന് ആസ്വദിച്ചിട്ട് കാണുന്നത്. എല്ലാം ഇപ്പോൾ മസ്കറ്റിലായാലും എല്ലാം ഡോൾഫിൻ ഷോ ഉണ്ട്, നമ്മളങ്ങനെ പോകുന്നില്ല. അതേസമയം ഇങ്ങനെയുള്ള പുറം നാട്ടിൽ പോകുമ്പോഴാണ് നമ്മളിതെല്ലാം കാണുന്നത്. പിന്നെ ഷോകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏകദേശം ടയർഡായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെയാണ് മറൈൻ പാർക്ക് വരുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്ട് നമ്മൾ കറങ്ങി ഓരോരോ മൃഗങ്ങളെയും കാണാം. പിന്നെ അങ്ങനെയെല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ പിന്നെ നേരെ റൂമിലേക്കാണ് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താലാണ് നമ്മളെ റൂമിലേക്ക് എത്തുക. പിന്നെ റൂമിൽ പോയി പിന്നെ തലേ ദിവസം സ്വിമ്മിംഗ് പൂൾ കണ്ടിട്ട് കുട്ടികളിങ്ങനെ ബാക്കി വെച്ചല്ലോ, എന്തായാലും നാളെ കുളിക്കണം എന്നുള്ള കാര്യം. അങ്ങനെ പിന്നെ കുട്ടികളെല്ലാം നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങി. അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയ ആൾക്കാരും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കുളിക്കാൻ ഇറങ്ങിയത്.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബാങ്കോക്കിലെ സഫാരി വേൾഡിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് സെക്കൻഡ് പാർട്ട് ലൂടെ കാണാം.